കാട്ടിൽ പോവാതെ കാടിന്റെ അനുഭവം നമുക്ക് സമ്മാനിക്കും. ആന നല്ല രസമല്ലേ? എന്താ ചെയ്തേക്കെന്ന് നോക്കി. റിസപ്ഷൻ സ്റ്റാളാണ് രൂപാന്തരീകൃത യാഥാർത്ഥ്യം. മലയാളത്തിൽ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ലല്ലോ. ഞാനിന്ന് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ മുമ്പിലെത്തി. ഇത് വളരെ രസകരമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക്. കാരണം കാട്ടിൽ പോവാതെ കാടിൻ്റെ അനുഭവം നമുക്ക് സമ്മാനിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ എത്തി, 9:30 എത്തി, 10 മണിക്കേ തുറക്കുള്ളൂ. അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ടിമ്പർ മ്യൂസിയം, അതുപോലെ കേരളം വനങ്ങൾ, അതുപോലെ തണ്ണീർത്തടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ നിർമ്മിത ബുദ്ധി, ഇപ്പം ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റാൾ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ആദിവാസി കുടിലുകൾ, നമുക്ക് വനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. തിരുവനന്തപുരത്തെ തമ്പാനൂരുള്ള മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് കുളത്തൂപ്പുഴയിലേക്ക് വന്നത്. തിരുവനന്തപുരം ചെങ്കോട്ട റോഡിലാണ് കുളത്തൂപ്പുഴ. ഉഗ്രൻ റോഡാണ് കേട്ടോ. തമ്പാനൂരിൽ നിന്നും 18 കിലോമീറ്റർ കഴിഞ്ഞാൽ നെടുമങ്ങാടായി. നെടുമങ്ങാട് ഒരു മലയോര പട്ടണമാണ്. ഇവിടെയുണ്ട് തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡ്. നെടുമങ്ങാട് നിന്നും ചുള്ളിമാനൂർ, നന്ദിയോട്, പാലോട്, മടത്തറ വഴി കുളത്തൂപ്പുഴയിലെത്താം. കൊല്ലത്തു നിന്നും കുളത്തൂപ്പുഴയിലെത്താനും എളുപ്പ വഴികളുണ്ട്. ഇതാണ് കുളത്തൂപ്പുഴ ടൗൺ. ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ബോർഡുകളിലൊക്കെ തമിഴ് എഴുതി കാണാം. ചെങ്കോട്ടയൊക്കെ അടുത്താണല്ലോ. 2 മണിക്കൂർ ബസ് യാത്ര കഴിഞ്ഞതിൻ്റെ ക്ഷീണം തീർക്കാൻ ഞാൻ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. നല്ല ഒന്നാന്തരം നെയ്റോസ്റ്റും ചൂട് ചായയും കഴിച്ചപ്പോൾ എൻ്റെ ഉന്മേഷം തിരിച്ചു വന്നു. പത്ത് മണിക്ക് ഇപ്പോൾ തുറക്കാറായി. നമുക്ക് അകത്തേക്ക് പോവാം. ഒരാൾക്ക് 50 രൂപ അല്ലേ? വലിയ ആളുകൾക്ക് 50 രൂപ. അതേപോലെ തന്നെ കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 12 വരെ 25 രൂപ. ഞാനും എൻ്റെ ഫ്രണ്ട് വേണുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാലം വർക്ക് ചെയ്തതാണ്. ഏതായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം. ഇവിടെ ബോർഡ്, പിന്നെ വിശാലമായ സ്ഥലം. ഇവിടെ തന്നെ ഒരു ഇത് കാണാനുണ്ട്. വാ വേണു, ഇങ്ങോട്ട് വാ. ഇത് കണ്ട, ഇത് ആന നല്ല രസമല്ലേ? എന്താ ചെയ്തേക്കെന്ന് നോക്കി. കംപ്ലീറ്റ് ഒരു ഗ്രില്ലുണ്ടാക്കിയിട്ട് അതിനകത്ത് മെറ്റൽ നിറച്ചേക്കുക. കാടില്ലെങ്കിൽ നാടില്ല എന്ന മഹാസത്യം മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന മ്യൂസിയമാണ് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം. പ്രകൃതിയെ അടുത്തറിയാൻ നമുക്ക് ഉള്ളിലേക്ക് പോകാം. കാട്ടിൽ പോകാതെ തന്നെ കാടിനെയും അതിനുള്ളിലെ മരങ്ങളെയും സസ്യങ്ങളെയും പൂക്കളെയും മൃഗങ്ങളെയും മറ്റു ജീവികളെയും ഒരു കാട്ടിനുള്ളിൽ കയറിയാൽ എന്ന പോലെ കണ്ടറിയാൻ ഇവിടെ വന്നാൽ മതി. Do not bring food and drinks into the museum. Do not bring your large backpacks to the museum. Please maintain silence for better experience and enjoyment. 4 മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2023 ഓഗസ്റ്റ് 18-ാം തീയതിയായിരുന്നു ഈ മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനം. ആളുകൾ ഇങ്ങോട്ട് കേട്ടറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇവിടെ കുറച്ച് നേരം സൗകര്യമായിട്ട് ഇരിക്കാം. കാരണം രാവിലെ 10 മണിക്ക് ടിക്കറ്റ് എടുത്താൽ നമുക്ക് 6 മണി വരെ ഇവിടെ ഇരിക്കാമല്ലോ. അതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ കുട്ടികളാണ് ഇപ്പോഴിവിടുത്തെ നിത്യസന്ദർശകർ. സ്കൂളിൽ നിന്നും വരുന്നതിനാൽ ഒന്ന് ഓടിച്ചു കണ്ടുപോകാനേ അവർക്ക് സമയമുള്ളൂ. സത്യത്തിൽ
ഇവിടുത്തെ എക്സിബിഷൻ റൂമുകൾ ഓരോന്നിലുമുള്ള കാഴ്ചകളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയാലേ കാടറിവ് പൂർണ്ണമാകുകയുള്ളൂ. നമുക്ക് കയറി വരുമ്പോഴേ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ടിമ്പർ മ്യൂസിയം അല്ലേ, ടിമ്പർ ഒരു തടികളെ കുറിച്ചുള്ള ഒരു വലിയ അറിവ് നമുക്ക് തരും. ഈ ടിമ്പർ അഥവാ തടി മ്യൂസിയത്തിൽ 96 ഡിഫറൻ്റ് ആയിട്ടുള്ള തടികൾ കാണാം. മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം, ഓരോ തടിയും എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ, അതിൻ്റെ അകത്തെ ഘടന, അതിൻ്റെ നിറം, ഇതൊക്കെ തനതായ രീതിയിൽ സൂക്ഷിച്ചേക്കുക. നോക്കോ, എല്ലാത്തിൻ്റെയും ശാസ്ത്രീയ നാമം എഴുതിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും വനത്തെക്കുറിച്ച് പഠിക്കാൻ, അതേപോലെ തന്നെ വനത്തിലുള്ള തടികളെക്കുറിച്ച് പഠിക്കാൻ, സസ്യങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ ഇതിലും നല്ലൊരു അവസരം വേറെ ഏതാ ഉള്ളത്? ഇത് നോക്ക്, ടിമ്പർ ഗാലറി ഉണ്ടോ? നോക്ക്, എല്ലാം ഉണ്ട്. മൂങ്ങാമ്പേഴ്, മാവ്, നെടുനാർ, നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത മരങ്ങളാണ് കൂടുതൽ. നോക്ക്, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണേ തന്നെ ഈ മ്യൂസിയം നമുക്ക് മുഴുവൻ കാണണേ തന്നെ ഒരു മണിക്കൂർ മതിയാവുമെന്ന് എനിക്കറിയണം. പിന്നെന്താ ഇത് നോക്കിക്കേ, ഇത് കണ്ടോ, ഇതൊരു കിയോസ്കാണ്. നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എന്താ ഇങ്ങനെ റോയൽ ട്രീസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. നല്ല ഡിസ്പ്ലേ, എല്ലാ പടങ്ങൾ സഹിതമാണ്. നെക്സ്റ്റ് അടിച്ചാൽ വേറെ വരും, വീണ്ടും നെക്സ്റ്റ് അടിച്ചാൽ, അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. കേട്ടോ, ഓരോന്നിനെ കുറിച്ച് എഴുതിയേക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കറക്കിയാൽ നമുക്ക് ഇത് കേട്ടോ ഇങ്ങനെ മനസ്സിലാക്കാം, ഇങ്ങനെ ഓരോന്ന് വായിച്ച് മനസ്സിലാക്കാം. കണ്ടോ, ഇതൊരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ്. കാടിനെ അതിൻ്റെ തനിമയിൽ അനുഭവിച്ചറിയാം. കാട്ടിലെ ആവാസ വ്യവസ്ഥ എന്താണെന്നറിയാം. കാട്ടിനുള്ളിലെ ജൈവ വൈവിധ്യം, അതായത് ബയോഡൈവേഴ്സിറ്റി മനസ്സിലാക്കാം. വനത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കും ഗവേഷകർക്കും 3.3 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ മ്യൂസിയം പ്രയോജനപ്പെടും. ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോറസ്റ്റ് മ്യൂസിയമാണ്. ഇനി നമുക്ക് ഫോറസ്റ്റ് മ്യൂസിയം കാണാം. ഇനിയാണ് രസം കേട്ടോ.
അടുത്ത സ്ഥലം നോക്കാം. കേരളം. കേരളം എന്ന ഈ ഗാലറിയിൽ കേരളത്തിൻ്റെ വനവുമായി ബന്ധപ്പെട്ട ഇന്നലകളുടെ ചരിത്രം ചിത്രങ്ങളിലൂടെ കണ്ടറിയാം. ഇപ്പോഴത്തെ കറണ്ട് പോയി. കറണ്ട് ഇല്ലാതെ ഞാൻ എൻ്റെ മൊബൈൽ ഓൺ ചെയ്തപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കുറേ ആയുധങ്ങൾ. ഓ, എന്താ നോക്ക്, പഴയ ആയുധങ്ങൾ. നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിച്ചോ? ഇത് 1907 മുതൽ 1963 വരെ പറമ്പിക്കുളം കാട്ടിൽ നിന്നും ചാലക്കുടി വരെ നീളുന്ന കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് റാംവേയുടെ ചിത്രമാണ്. പറമ്പിക്കുളം കാട്ടിലെ തേക്ക്, ചന്ദനമരങ്ങൾ നാട്ടിൽ കൊണ്ടുവന്ന് വിദേശത്തേക്ക് അയക്കുവാൻ കൊച്ചി രാജാവ് ഏർപ്പെടുത്തിയ സംവിധാനമാണിത്. ഇതാണ് അന്നുണ്ടായിരുന്ന ട്രെയിനിൻ്റെ മാതൃക. കയറ്റത്തിലും ഇറക്കത്തിലും ട്രെയിനെ ഇരുമ്പ് കേബിൾ വഴി കൺട്രോൾ ചെയ്ത് ഓടിച്ചിരുന്നു. 1000 മില്ലിമീറ്റർ മീറ്റർ ഗേജ് പാത 79.5 കിലോമീറ്റർ നീളത്തിലുണ്ടായിരുന്നു. ഒരിക്കൽ പറമ്പിക്കുളം കാട്ടിലെ ഈ തീവണ്ടിപ്പാതയുടെ പ്രധാന ഭാഗങ്ങൾ ഞാൻ നടന്നു കണ്ടിട്ടുണ്ട്. ശരിക്കും എന്താ പറയുന്നത്, ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ ശരിക്കും നമ്മുടെ അതെ അതെ നമുക്ക് അതെ അതെ ഒരുപാട് ഇൻഫർമേഷൻ ഈ ഫോറസ്റ്റ് മ്യൂസിയത്തിലുണ്ട്. ഏറ്റവും വലിയ ജീവി ആന, അതേപോലെ തന്നെ സംസ്ഥാന പക്ഷി മലമുഴക്കി, വേഴാമ്പൽ. ഗ്ലെയറുള്ളതുകൊണ്ട് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫിഷ്, ഗ്രീൻ ക്രോമൈറ്റ്, സംസ്ഥാനത്തെ ശലഭം, ബുദ്ധമയൂരി. ഇതുപോലെ തന്നെ കണിക്കൊന്ന, ഗോൾഡൻ ഷവർ ട്രീ. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഫലം ചക്ക, പിന്നെ സംസ്ഥാന വൃക്ഷം തെങ്ങ്. ആദിവാസി കുടിലുകളുടെ 3 മോഡലുകൾ ഇവിടെയുണ്ട്. അത് കാണാതെ പോകരുത്. ഏതൊക്കെ ആദിവാസികളും ഗോത്ര സമൂഹവും കേരളത്തിലുണ്ട്, അവരുടെ പേരുകൾ എന്തൊക്കെ, അവർ കാടുകളിൽ എവിടെയൊക്കെ താമസിക്കുന്നു, അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളും കാർഷികോപകരണങ്ങളും എന്തൊക്കെ തുടങ്ങിയ ഇൻഫർമേഷൻസാണ് ഈ 3 മോഡലുകളിലും ഉള്ളത്.
തണ്ണീർത്തടങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ഈ സെക്ഷൻ സഹായിക്കും. ഇതൊക്കെ നമുക്കൊരു നല്ല അറിവായിരിക്കും അല്ലേ? ഇതെല്ലാം മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളാണ് പണ്ടത്തെ. തണ്ണീർത്തടത്തിൽ കാണുന്ന, വെറ്റ്ലാൻഡിൽ കാണുന്ന ഈ മാൻഗ്രോ കണ്ടൽച്ചെടി, അതിൻ്റെ വേരുകൾക്കിടയിൽ ഒരുപാട് ജീവികൾ, മത്സ്യങ്ങൾ. ഇതൊരു എക്സിബിഷൻ സ്റ്റാളാണ്. രൂപാന്തരീകൃത യാഥാർത്ഥ്യം. മലയാളത്തിൽ പറഞ്ഞപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ലല്ലോ. ഇംഗ്ലീഷിൽ പറയാം, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. എന്താണ് ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് ചോദിച്ചാൽ, ഇപ്പം പെട്ടെന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോൾ ന്യൂസ് കാണുന്നു, വാർത്തകൾ കാണുന്നു. ഈ വാർത്തകൾ കാണുമ്പോഴത്തേക്കും ഈ ന്യൂസുകാരുടെ പുറകിൽ ഒരുപാട് വിഷ്വൽ വന്ന് നിൽക്കുന്നത് കാണാം. ഒരു പക്ഷേ ഒരു പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രെയിൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 3D എഫക്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ശരിക്കും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഇതിനകത്ത് കയറുമ്പം നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഇവിടെ കാണുന്ന ഈ വലിയ സ്ക്രീനിൽ കാടിൻ്റെ പശ്ചാത്തലം കാണാം. അവിടെ ചെല്ലുന്ന നമ്മെ ഓരോരുത്തരെയും കാണാം. നമ്മുടെ മുന്നിലൂടെ ആനയും കാട്ടുപോത്തും കരടിയും മാനും നമ്മെ തൊട്ടില്ല എന്ന മട്ടിൽ കടന്നു പോകുന്നു. സംഗതി കൊള്ളാമല്ലേ? കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയാണ്. കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഡിജിറ്റൽ ലോകമാണ് ഈ വലിയ സ്ക്രീൻ. ഇവിടെ ജീവനുള്ള നമ്മളും ഒത്തുചേരുമ്പോൾ നാം കാട്ടിലകപ്പെട്ട ഫീലിംഗ് ഉണ്ടാകുന്നു. സാങ്കേതികമായി പറഞ്ഞാൽ ഇതാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഈ ഗാലറിയിൽ വനത്തിൻ്റെ ഒരു 3D ഇമേജാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിനുള്ളിൽ ഒരു രാജവെമ്പാല കിടക്കുന്നു. അതിനെ ഒന്ന് തൊട്ടു നോക്കൂ. അതുപോലെ ഈ മലയണ്ണാനെ ഒന്ന് തൊട്ടു നോക്കൂ. ഇനി മറ്റൊരു കൗതുകം ഇതാണ്. കടുവയുടെയും മീനുകളുടെയും വർണ്ണചിത്രങ്ങൾ കണ്ടോ? നമ്മുടെ കണ്ണുകൾക്ക് ഈ ഇല്യൂഷൻ ഉണ്ടാക്കുന്നത് 6 ഫാനുകളാണ്. ഇതാ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സൗണ്ട് സിസ്റ്റം. ഓരോ പിക്ചറിലും തൊട്ടു നോക്കൂ. അതാത് ജീവികളുടെ ഒറിജിനൽ സൗണ്ട് കേൾക്കാം.
കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് മനോഹരമായ ഇൻസ്റ്റലേഷൻസ് ഇവിടെ കാണും. കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടാണ് മറ്റൊരു ആകർഷണം. മുതിർന്നവർക്ക് കാറ്റും കൊണ്ട് ഈ മരങ്ങളെ ഷെയ്ഡിലിരുന്നാൽ നേരം പോകുന്നത് അറിയുകയില്ല. ഒരു ദിവസത്തെ സന്തോഷം നിറഞ്ഞ ഔട്ടിങ്ങിന് ഇതൊക്കെ പോരെ. ചായ, കാപ്പി, വട, പഴംപൊരി, ഐസ്ക്രീം, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഈ വന മ്യൂസിയത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റായി വനവിഭവങ്ങൾ കിട്ടുന്ന ഇക്കോ ഷോപ്പും ഉണ്ട്. ഞാൻ എല്ലാ എക്സിബിഷൻ സ്റ്റാളും സന്ദർശിച്ചു. വളരെ രസകരമായി ചെയ്തിരിക്കുന്നു, മനോഹരമായി ചെയ്തിരിക്കുന്നു. വലിയ അറിവുകൾ തരുന്ന ഒരു ഫോറസ്റ്റ് മ്യൂസിയമാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളിവിടെ വരണം, കാണണം. എൻ്റെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഉച്ചനേരമായപ്പോൾ തൊട്ടടുത്ത ഹോട്ടലിൽ കയറി തരക്കേടില്ലാത്ത ഒരു നാടൻ ഊണും കഴിച്ച് ഞങ്ങൾ വന്ന ബസ്സിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി.